ശറഅ പറയുന്നതെങ്കിൽ ഒരന്യ പെണ്ണിനോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവര്, കൂടെ പഠിക്കുന്നവര്, കോളേജിൽ പോകുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കേണ്ട ഞങ്ങൾ കുട്ടികളാണ് എന്ന്. നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുണ്ടോ എങ്കിൽ നിങ്ങളൊരു പുരുഷനാണ്. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ മിങ്കിളായിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളിപ്പോ കുട്ടികളുടെ കാറ്റഗറിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടങ്ങൾക്ക് നാളെ ചോദ്യമുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്ക് നാളെ ചോദ്യമുണ്ട്. നിങ്ങളുടെ മിങ്കിളിങ്ങിന് അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ലോകത്തെ തിന്മ വളരണമെന്നും ലോകത്തെ തിന്മയാണ് നടക്കേണ്ടതെന്നും മനുഷ്യന്മാരും മൃഗങ്ങളെ പോലെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഓറിയന്റലിസ്റ്റുകാരന്റെ പദ്ധതികളാണ് നമ്മുടെ സിനിമക്കാരൻ അവന്റെ തിരക്കഥയായി അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സീരിയലുകാരൻ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്പുകാരൻ ജീവിക്കുന്ന പോലെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം വേണ്ട, ആങ്ങളും പെങ്ങളും വ്യത്യാസം വേണ്ട, ഭാര്യയ്ക്ക് പേരിനൊരു ഭാര്യ, അവന് വേറെയും ഗേൾഫ്രണ്ട്സ്, ഇങ്ങനെ ലോകം മുഴുവനും തെമ്മാടികളായി നടക്കണമെന്നാണ് യൂറോപ്പുകാരനും പാശ്ചാത്യനും നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ലാ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം വയഇസൂ മിനൽ ആഖിറ കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. സൂറത്തുൽ മുംതഹിന അല്ലാഹു അവസാനിക്കണത്ത് പറയുകയാണ്, ഇതൊന്നും നമുക്ക് പറ്റൂല. നമ്മൾ റബ്ബിനെ കാണാൻ പോകുന്നവരാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅ. ആർക്കാണോ റബ്ബിനെ കാണാൻ കൊതിയുള്ളത് അവരെ കാണാൻ അല്ലാഹു കൊതിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കാണാൻ പോകുന്നവരാണ്. അവിടെ വിചാരണകളെന്ന് പഠിച്ചവരാണ്, അവിടെ ചോദ്യമുണ്ടെന്ന് അറിയുന്നവരാണ്. ഈ ലോകത്ത് മനസ്സമാധാനം തിന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കൂല. നന്മ മാത്രം ചെയ്യുന്നവർക്ക് കിട്ടുന്ന മനസ്സമാധാനത്തിന്റെ വില ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മഹാനായ ഖുദൈർ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അലിമൽ മുലൂകു മാ നഹ്നു ഫീഹി ലഹാറബുനാ. നമുക്ക് കിട്ടുന്ന മനസ്സമാധാനത്തിന്റെ ആ ഒരു ഡെപ്ത്, അതിന്റെ ഒരു ആഴം രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളോട് അവർ യുദ്ധം ചെയ്തത് തിരിച്ചു വാങ്ങിയേനെ. അള്ളാഹുവിന്റെ ഖുർബിലും അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലും കിടക്കുന്ന നമുക്ക് കിട്ടുന്ന ഈ മനസ്സമാധാനം രാജാക്കന്മാർക്ക് പോലും കിട്ടുന്നില്ലല്ലോ. അള്ളാഹുവിനെ വഴിപ്പെടുന്നവന് പേടിക്കണ്ട, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നവന് വിറക്കേണ്ട ആവശ്യമില്ല. തിന്മ ചെയ്തവന് പേടിക്കേണ്ടി വരും. മരണം വരെ ആ തിന്മങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ നോക്കി. ഒരു വ്യഭിചാരം ഒരിക്കൽ നടന്നാൽ അള്ളാഹു ആ പെണ്ണിന്റെ ചാരിത്രം എടുത്തു കളഞ്ഞുവല്ലോ, ആ പുരുഷന്റെ ചാരിത്രം എടുത്തു കളഞ്ഞില്ലേ? ഒരു തവണ കണ്ടുപിടിച്ചാ കഴിഞ്ഞു. ആ ഒരു തവണ പോലും അത് നടക്കാതെ വിവാഹം ചെയ്യുന്നവരെ മഹർ കൊടുക്കാനും ചെലവ് കൊടുക്കാനും അള്ളാഹു നിങ്ങൾക്ക് വഴി തരുന്നത് വരെ വ്യഭിചാരം ചെയ്യാതെ ജീവിക്കണേ. നിങ്ങൾ തിന്മ ചെയ്യലിൻ പെണ്ണുങ്ങളിടത്തേക്ക് നിങ്ങൾ നടന്നു ചെല്ലലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവരുടെയും നമ്മുടെയും ഖബറിൽ നാളെ തീ കത്താതിരിക്കാനാണത്. ഒരാൾ ചോദിച്ചു, നബിയേ അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്. നബിയേ ഭർത്താവിന്റെ സഹോദരന്മാർക്ക് കുഴപ്പമില്ലല്ലോ. ഭർത്താവിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ പ്രായപൂർത്തിയായ ജ്യേഷ്ഠനോ അനിയനോ അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നതിന്, അവരുടെ കൂടെ ഇരിക്കുന്നതിന്, അവരോട് സംസാരിക്കുന്നതിന്, ഒന്ന് തൊടുന്നതിന് കുഴപ്പമുണ്ടോ നബിയേ? ഭർത്താവിന്റെ പ്രായപൂർത്തിയെത്തിയ അനിയനോ ജ്യേഷ്ഠനോ മരണത്തെ കാക്കുന്ന പോലെ കാക്കണം. അവിടെയാണ് ഡേഞ്ചർ ഉള്ളത്, അവിടെയാണ് അപകടമുള്ളത്. നമ്മൾ ആരും മോശക്കാരായതുകൊണ്ടല്ല, നമ്മൾ ആരും ഒന്നിനും കൊള്ളരുതാത്തവരായതുകൊണ്ടല്ല. വല്ലാഹി മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിഹുമാ. നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല. ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരന്യ പുരുഷനായി കഴിഞ്ഞാൽ മൂന്നാമതായി അവരുടെ കൂടെ പിശാച് വരുമെന്ന് നാം കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചാണ് വരുന്നത്. നിങ്ങളെ കൊണ്ടരുതാത്തത് ചെയ്യിപ്പിക്കും, പറയിപ്പിക്കും, തുടിപ്പിക്കും. ഇത് വരാതിരിക്കാൻ നിങ്ങൾ പെണ്ണുങ്ങളുടെ വിഷയം സൂക്ഷിക്കണേ എന്ന് ആണുങ്ങളോടും, പെണ്ണുങ്ങളെ നിങ്ങളും കണ്ണു ചിമ്മേണമേ. അന്യാണുങ്ങളോട്
കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുകയും അന്യപുരുഷന്മാർ തങ്ങളിൽ ആകൃഷ്ടരാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നടത്തം സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണുങ്ങൾക്ക് കിട്ടുകയില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി. കല്യാണത്തിന് പോകുന്ന പെണ്ണെ, സൽക്കാരങ്ങൾക്ക് പോകുന്ന ചെറുപ്പക്കാരാ, ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടപഴകുന്ന ഇടങ്ങളിൽ ഒരു വാളിന്റെ സദസ്സിന് പോന്നാൽ പോലും അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോ, റോഡരികിലൂടെ നിങ്ങൾ ഇനി വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കലർന്നു പോവല്ലേ, ഹറാമാണിത്. വഴിയുടെ ഓരം പിടിച്ച് വഴിയുടെ ഒരു അരികത്ത് കൂടെ മാത്രമേ നിങ്ങൾ നടക്കാവൂ എന്ന് ഹബീബായ തങ്ങൾ പെണ്ണുങ്ങളോട് പറയാറുണ്ട്. അത് വാതിന് വരുന്ന പെണ്ണുങ്ങൾക്കും ബാധകമാണ്, ഉറൂസിന് വരുന്ന പെണ്ണുങ്ങൾക്കും ബാധകമാണ്. എവിടേക്ക് പോയാലും നിങ്ങൾക്കത് ബാധകമാണ്. നിങ്ങൾ ആവല്ലേ, ഒന്നുണ്ടായിട്ടല്ല നമ്മളോട് ഇത് ചെയ്യരുത് എന്ന് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കുകയാണ്. അല്ലാഹു നിങ്ങളോട് പറയുന്നു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, മോശപ്പെട്ടത് സംസാരിക്കരുത്, മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉണ്ടാകരുത്, ഫൗൾ ലാംഗ്വേജുകൾ ഉപയോഗിക്കരുത്, വൽ ബഗി, അക്രമം ചെയ്യരുത്. 5 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഇതിനിടയ്ക്ക് വളരെ ചുരുക്കി ഒന്ന് വിശദമാക്കാൻ സമയമില്ല, ചുരുക്കി പറയാൻ. നിങ്ങളോട് ഞാൻ സമയം ചോദിച്ചു വാങ്ങിയത് അരമണിക്കൂറാണ്, 29 മിനിറ്റാണ്, 4 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. വാച്ചൊക്കെ നോക്കി എന്റെ സമയം 25 26 ഒരു 3-3.5 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. മോശപ്പെട്ട പദപ്രയോഗം നിങ്ങൾ ചെയ്യലിൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരു കൂട്ടം ജൂതന്മാർ ഇങ്ങനെ വരുന്നുണ്ട്. ജൂതന്മാർ നബിയെ കാണുമ്പോൾ ഒരു പ്രത്യേക സലാമുണ്ട്, നമ്മളാരും പറയാത്ത സലാം. ആ സലാം എന്താ പറയാന്നറിയോരെ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നവർ വിചാരിക്കും അസ്സലാമു അലൈക്കും എന്നായി പറഞ്ഞത്. അസ്സലാമു അലൈക്കും സാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മരണം, അൽ മൗത്ത് വൽ ഹലാക് വദ്ദമാർ, അപകടം, മരണം, ശാപം, ഇതൊക്കെയാണ് ഈ പറയുന്നത്. അസ്സലാമു അലൈക്കും. നബിയെ കാണുമ്പോഴേ നബിയെ നിങ്ങൾക്ക് നാശം വരട്ടെ എന്നാണ് പറയുന്നത്. നബിക്കറിയാം, ഇതാ പറയുന്നത്, നബിക്ക് തങ്ങൾക്കറിയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് വല്ലാത്ത സ്നേഹമുള്ള ഭാര്യയായിരുന്നു. നബി എനിക്ക് കിട്ടണമെന്നാണ് ആയിഷ ബീവി എപ്പോഴും ആലോചിക്കുക. ചെറിയ കുട്ടിയെ പിന്നെ കെട്ടിച്ചു, അതിൽ കുടുങ്ങിപ്പോയി എന്നല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിചാരിച്ചു. എനിക്ക് ഭാഗ്യമായി പോയി എന്ന് കണ്ട മഹദിയ ആയിഷ റളിയല്ലാഹു തആല അൻഹ. കുടങ്ങ് നടക്കുമ്പോ ഒരു കൂട്ടം ജൂതന്മാർ എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും. നബി ഞങ്ങൾ പറഞ്ഞു വഅലൈക്കും, നിങ്ങൾക്കൊന്ന് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു വഅലൈക്കും ലഅനതുല്ലാഹി വഗളബുഹു അദല്ലകുമുല്ലാഹു വഅഖ്സാകും. അല്ലാഹുവിന്റെ ദേഷ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ, നിങ്ങൾ അല്ലാഹു പഴിപ്പിച്ചു, അല്ലാഹുവിന്റെ കോപം നിങ്ങൾക്ക്. ആയിഷ ബീവി ഇയാകി വൽ ഫഹ്ഷ്. ആയിഷ ബീവി മോശപ്പെട്ട വാക്കുകൾ പറയില്ലേ. അമാ സമിഅത മാ ഖാലു യാ റസൂലല്ലാഹ്. നബിയെ അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടോ നബിയെ? ആയിഷ ബീവി വിചാരിച്ചു നബി അറിഞ്ഞിട്ടില്ല ഈ അസ്സാമെന്നായി പറഞ്ഞത്. നബിയോട് ആയിഷ ബീവിയുടെ മറുപടി അമാ സമിഅതി മാ ഖുൽതു ലകി യാ ആയിഷ. ആയിഷ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചു. മറുപടി പറയില്ലേ? എന്നായിക്കോട്ടെ നബി, ഞാൻ പറയില്ല. മുസ്ലിം തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുന്ന ആളല്ല, ഇതാണ് വിഷയം. തോന്നിയാസം പറയാൻ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വിടും, തോന്നിയിടത്തൊക്കെ വിടും. മനസ്സാണ് മനുഷ്യന്റെ നാവ്. മനസ്സിൽ തിന്മയുണ്ടാവുമ്പോൾ നാവിലൂടെ വരും. നമ്മൾ തിന്മക്ക് തിന്മയെ കൊണ്ട് മറുപടി കൊടുക്കരുത്. ആയിഷ ബീവി നിങ്ങൾ മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കരുത്. ആയിഷ ബീവി നബി നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയിഷ അവരങ്ങനെ പറയുമ്പോ അങ്ങനെ തിരിച്ചു മറുപടി പറയണമെന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ ചോദിക്കാൻ നബി നിങ്ങൾ കേട്ടോ അവര് പറഞ്ഞത്? ഞാൻ കേട്ടു ആയിഷ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ ശരീഅത്ത് നടപ്പാക്കേണ്ടത് ഞാനാണോ നിങ്ങളാണോ? ആയിഷ ബീവി ആര് പറയുന്നതോ ഇവിടെ ശരീഅത്ത്? നിങ്ങളുടെ നഫ്സിന് തോന്നുന്നതോ അല്ല ഞാൻ പറയുന്നതോ? നബിയെ നിങ്ങൾ പറയുന്നതാണ്. നബിയെ സമിഅതു വഅതഅതു, ഞാൻ അനുസരിച്ചു നബിയെ. തോന്നിവാസത്തിന് തോന്നിവാസം കൊണ്ട് മറുപടി പറയല്ലേ. അത് ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സംഘടനാ തലങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഒക്കെ അങ്ങനെയാണ്. നന്മ മാത്രം പറഞ്ഞാൽ തന്നെ ദീൻ പ്രചരിപ്പിക്കാൻ കഴിയും. നമ്മൾ തിന്മയുടെ ഭാഷകൾ ഒഴിവാക്കണം എല്ലാ മേഖലകളിലും. ഇയ്യാകി വൽ ഫഹ്ഷ് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി.
യഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ അക്രമത്തിന്റെ വഴിയിലേക്ക് പോവരുതേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ന്റെ മുമ്പിലേക്ക് ഒരു കേസ് വന്നു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഒരാളുടെ സ്ഥലം ഒരൽപ്പം കയ്യേറിയോ എന്ന് സംശയം. അബൂബക്കർ തങ്ങൾ ഉറക്കെ സംസാരിച്ചു. അബൂ സുഫിയാനോട് ഉറക്കെ പറയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഈ അക്രമം ചെയ്യാൻ അല്ലാഹു അനുവാദം തന്നിട്ടില്ല. വാപ്പണ്ട് അബൂ ഖുഹാഫ, അലാ മൻ യർഫഉ അതീഖുൻ സൗത, ആരുടെ മേലെയാണ് ഇപ്പൊ ഈ അതീഖ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റി പറയാ, ആരുടെ മേലെയാണ് ഈ ഒച്ച വെച്ച് പറയുന്നത് സിദ്ദീഖ്? പാപ്പ ചോദിച്ചു. ആൾക്കാർ പറഞ്ഞു അബൂ സുഫിയാൻ. വല്ലാത്ത ധൈര്യം തന്നെ. ഖുറൈശികളുടെ നേതാവ് അബൂ സുഫിയാനൊക്കെ വരച്ച വരക്ക് നിർത്തേ എന്റെ സാധുവായ മകൻ അബൂബക്കർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാപ്പാ, അല്ലാഹു പറഞ്ഞ പോലെ പോകുന്നവൻ ഷരീഫാണ്, അവന് സ്ഥാനമുണ്ട്, അവൻ മാന്യനാണ്. അല്ലാഹുവിന്റെ വഴി അതിക്രമിച്ചു കടന്നാൽ അവന്റെ സ്ഥാനം അല്ലാഹു എടുത്തു കളയുകയാണ്. പിന്നെ അവിടെ അബൂ സുഫിയാനെന്നോ ഖുറൈശി നേതാവെന്നോ അവിടെ പ്രശ്നമല്ല. ഒരു അന്യന്റെ സ്ഥലം കയ്യേറിയെങ്കിൽ അത് തിരിച്ചു കൊടുത്തേ പറ്റൂ. ഞാൻ അല്ലാഹുവിനാൽ മഅ്മൂറാൻ, എന്റെ കൽപ്പന ഞാൻ നടത്തുകയാണ്. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇവിടെ ആളുടെ വില ഞാൻ നോക്കൂല. അല്ലാഹുവിന്റെ നിയമം കയ്യേറിയാൽ എന്തേ ബഗി, ജനങ്ങളുടെ സ്ഥലം കയ്യേറുന്നത്, മതിൽ വെക്കുമ്പോ, വഴി കൊടുക്കുമ്പോ, അന്യന്റെ സ്ഥലത്തേക്ക് നമ്മുടെ വീടിന്റെ ചുമര് ചേർത്ത് വെക്കുന്നത്, ചാച്ചു വെക്കുന്നത്, മതിൽ കെട്ടുമ്പോ ഒരൽപ്പം റോട്ടിലേക്ക് ഇറക്കി കെട്ടുന്നത് ഒക്കെ ദുൽമാണ്, ബഗിയാണ്. ഒരു വാഹനം കടന്നു പോവാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ പിശുക്ക് കൊണ്ട് നമ്മുടെ റോഡുകളൊക്കെ ചുരുങ്ങിക്കഴിഞ്ഞു, അല്ലെ? പിശുക്കിന്റെ പിശുക്ക്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള മനുഷ്യരും ഒരു വഴിക്ക് രണ്ടടി കൊടുക്കൂല. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സമരമുണ്ട്, നമ്മുടെ നാഷണൽ ഹൈവേക്ക് വീതി പോരാൻ ആരുടെ സ്ഥലം കൊടുക്കൂല. എന്നാ മുനീർ സാഹിബ് നല്ലൊരു റോഡുണ്ടാന്ന് നോക്കുമ്പോഴാണ് നമ്മൾ അച്ചുമാമനൊക്കെ മുടക്കിയതല്ലേ. എന്തോ ഒരു സങ്കടമുണ്ട്, അത് വലിയ സങ്കടമുണ്ട്. നമ്മുടെ നാടൊക്കെ എന്തൊരു വിഷമത്തിലായിപ്പോയി. ഇനി ഇങ്ങ് നടക്കുമോ? അന്ന് കുറച്ച് വീട് പോകും, ശരി തന്നെയാണ്. പക്ഷെ ഇന്ന് അതിന് ഇരട്ടി പോകൂലേ? ഉറപ്പാണ്. ആരും കൊടുക്കാൻ തയ്യാറല്ല. ഒരൽപ്പം വിട്ടുവീഴ്ച നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും ആവുന്നുമില്ല. നമ്മളായിട്ട് പിശുക്കി ജനങ്ങളുടെ തോളിലേക്ക് മതിൽ കെട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ചെയ്യല്ലിൻ വൽ ബഗി, നിങ്ങൾ അതിക്രമം ചെയ്യല്ലിൻ, വിട്ടുവീഴ്ച ചെയ്യുവിൻ. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യാൻ പറയുന്നു. അല്ലാഹു പറയുന്നു നിങ്ങൾ അക്രമം ചെയ്യരുതേ. ഇത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ബോധം വരാൻ അല്ലാഹു നിങ്ങളോട് വഅദ പറയുകയാണ്. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നന്മകൾ സ്വീകരിക്കാനും അല്ലാഹു അരുതെന്ന് പറഞ്ഞ തിന്മകളിൽ അകന്ന് ജീവിക്കാനും മരണം വരെ അല്ലാഹുവിന്റെ ദീനിന്റെ മധുരവും ഇബാദത്തിന്റെ മാധുര്യവും അറിഞ്ഞ് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്തുകൊണ്ട് പിരിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സയ്യിദന്മാരായ ഉസ്താദന്മാരൊക്കെ സദസ്സിലുണ്ട്. അതുകൊണ്ട് ദുആക്ക് നമ്മുടെ സയ്യിദന്മാർ ദുആക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് പിന്നെ ദുആ ചെയ്തുകൊണ്ട് അധികം ഒന്നും വൈകൂല. നിങ്ങളെക്കാണ് തിരക്ക് എനിക്കുണ്ട്. എന്തായാലും 1 മണിക്കെങ്കിലും ഇവിടെ നിന്ന് പുറപ്പെട്ടാലേ നമ്മൾ വണ്ടി കിട്ടുള്ളൂ, അല്ലെങ്കിൽ വണ്ടി മിസ്സായി പോകും. അപ്പോ ഇൻഷാ അല്ലാഹ് ഇവിടെ നിങ്ങളുടെ അത്രേ ഉള്ളൂ അല്ലേ? 2 ബക്കറ്റ് ഉണ്ട്, അൽഹംദുലില്ലാഹ്. പിന്നെ എല്ലാവരും ഒന്ന് മുമ്പോട്ട് വരാൻ കഴിയുന്ന ആളുകൾ